ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങൾക്കൊരു ബേബി ഉണ്ടായ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ എൻ്റെ ഫോളോവേഴ്സൊക്കെ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലാത്തവർ നമ്മുടെ റീലും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അപ്പം എന്നാണോ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് അന്ന് തൊട്ട് ബേബി ഉണ്ടായി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട്, അതായത് ഹോസ്പിറ്റലിൽ പോയത് ഇവിടെയാണോ അതോ നാട്ടിലാണോ ബെറ്റർ, എല്ലാവർക്കും ഭയങ്കര ഡൗട്ടായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇവിടെ കറക്റ്റ് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമോ അതോ നാട്ടിലായിരിക്കുമോ ബെറ്റർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പം ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഭയങ്കര ലെങ്താണ്. അതുകൊണ്ട് ഒരു 3 പാർട്ടായിട്ടാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ ഇന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കിയോ പ്രഗ്നന്റാ? വീഡിയോ എടുക്കുന്നുണ്ടോ? ഗൈസ്, ഇവള് പ്രഗ്നന്റ് ആണ്, ഞാൻ അപ്പനാവാൻ പോകുന്നു. എന്താ ചിരി കാട്ടിക്ക, ശരിക്കും നോക്കട്ടെ. രണ്ടു പേരാ. എന്താ പറയണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങ് വന്നേ. ഗൈസ്, ഒരാള് രാവിലെ തൊട്ട് വോമിറ്റിംഗ് ആയിരുന്നേ. വോമിറ്റിംഗ്. അങ്ങനെ വോമിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വയറ് കാലിയായപ്പോൾ അതാ KFC തിന്നണമെന്നൊരാഗ്രഹം. അങ്ങനെ KFC ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് അടുത്ത വോമിറ്റിംഗ് ചെയ്യാൻ പോവില്ലെന്ന് നമുക്ക് കണ്ടറിയാം. എല്ലാം ഉണ്ടോ? ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് ആന്ന് പറഞ്ഞുകൊണ്ട് KFCയിൽ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണെന്ന് ദൈവത്തിനറിയാം. ദൈവമേ, ഇതൊക്കെ കഴിച്ചിട്ട് വൊമിറ്റ് ചെയ്ത് കളയാതിരുന്നാ മതിയായിരുന്നു. ഇല്ലായിരിക്കും. രാവിലെ കഴിച്ചതൊക്കെ, രാവിലെ പുട്ടും കടലയും വേണമെന്ന് പറഞ്ഞിട്ട് പുട്ടും കടലയായിരുന്നു രാവിലെ കഴിച്ചത്. അതൊക്കെ കഴിക്കുന്നേ കണ്ട് ഇതേ പോണു. നോക്കാം. പിന്നെ ആഗ്രഹങ്ങൾ അപ്പൊ സഹായിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്റെ സേഫ്റ്റി ഞാൻ തന്നെ നോക്കണല്ലോ. ഗൈസ്, എന്തൊക്കെയായിരുന്നു. 6 പീസിന്റെ അത് വാങ്ങാന്ന് പറഞ്ഞപ്പോൾ വേണ്ട, എനിക്ക് 10 പീസിന്റെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് 10 പീസിന്റെ ഇതൊക്കെ വാങ്ങിയത് ഒരു 1.5 പീസ് കഴിച്ചും തോന്നുന്നു. അപ്പത്തേക്കും മതിന്ന് പറഞ്ഞിട്ട് ഇരിക്കണ ഇരിപ്പ് കണ്ടോ. ഇനി വേണോ KFC? വേറെന്താ വേണ്ട? ഇനി ഒന്നും വേണ്ട. എന്തൊക്കെയായിരുന്നു, എനിക്ക് വയ്യ. ഗൈസ്, അപ്പോൾ ഇന്ന് ഒക്ടോബർ 2-ാം തീയതി. ഇന്ന് നമുക്ക് മിഡ് വൈഫിൻ്റെ കനോക്ക് ചേസ് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് ചെക്കപ്പിന് പോവാണ് മിഡ് വൈഫിൻ്റെ അടുത്ത്. ഗൈസ്, അപ്പോൾ നമ്മളിത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കനോക്ക് ചേസ് ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മളിത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ 2-ാം നിലയിലേക്കാണ് വന്നത്. ഈ താഴെ കാണുന്നതാണ് ശരിക്കും എൻട്രൻസ്. അപ്പോൾ നമുക്ക് 2-ാം നിലയിലായതുകൊണ്ട് നമ്മൾ നേരെ ലെവൽ 2 എൻട്രൻസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഉള്ളിൽ പോയിട്ട് അടുത്ത കാര്യങ്ങളൊക്കെ നോക്കാം. ഗൈസ്, ഇവിടെ അധികം തിരക്കൊന്നുമില്ല. കാരണം ഇത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലാണ്. അപ്പം ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാരുണ്ട്. പക്ഷേ അധികം തിരക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നല്ല രസമുണ്ട്. നല്ല അടിപൊളി ഹോസ്പിറ്റൽ. ഗൈസ്, അപ്പം യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂറിനും എടുത്തിട്ട് വന്നേക്കാണ്. പിന്നെ അവളുടെ കയ്യിലിരിക്കുന്ന പുട്ടും കുറ്റിയല്ല കേട്ടോ, വെള്ളം കുടിക്കാനുള്ള വാട്ടർ ബോട്ടിലാണ്. ഗൈസ്, ഞങ്ങൾക്ക് 2 പേർക്കും ഒരാഴ്ചയായിട്ട് നല്ല പനിയാണ്. അവൾക്ക് നല്ല പനി, എനിക്ക് നല്ല പനി. ഗൈസ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഒരു സ്ഥലത്ത് കുത്തിയപ്പോൾ കിട്ടാത്തതുകൊണ്ട് അടുത്ത സ്ഥലത്തും കുത്തി, 2 സ്ഥലത്തും കുത്തിയിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുത്തു. ഗൈസ്, അപ്പം ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഏകദേശം ഒരു മണിക്കൂറിന് മേലെ ഇവിടെ എടുത്തു. ഒരു ആപ്പിലാണ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ലോഗിൻ പാസ്വേഡൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ആ ആപ്പ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട്. അതെ അതെ. അപ്പം നമുക്ക് ഈ ഹോസ്പിറ്റലല്ല, ന്യൂ ക്രോസ് ഹോസ്പിറ്റൽ അല്ലേ, അതെവിടെ സ്ഥലം എവിടെയാണ്? വോൾവർഹാംപ്ടണിലുള്ള ന്യൂ ക്രോസ് ഹോസ്പിറ്റലിലേക്കാണ് സജഷൻ വന്നാക്കുന്നത്. അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്നായിരിക്കും, അങ്ങനെയല്ല പറഞ്ഞത്? അതെ, സ്കാനിങ് ഇനി അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ആപ്ലിക്കേഷൻ വഴിയാണ് ഇനി നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ഗൈസ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരാൾ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? സാധാരണ നാട്ടിലൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ നമ്മുടെ കടയിലൊക്കെ കയറി ബിരിയാണിയൊക്കെ കഴിച്ചോ എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് ഇറങ്ങുന്നത്. ഇവിടെ എന്നെ കേട്ടാൽ അങ്ങനെയൊന്നും ചോദിച്ചില്ല. ഞാൻ ഇറങ്ങാൻ നേരത്തെ അവിടെ കഫ്റ്റീരിയന്ന് കോഫി എന്തായാലും വേണമെന്ന് ചോദിച്ചു. അയ്യോ കോഫീൻ്റെ മണമെന്നും പറഞ്ഞിട്ട് ഓടുകയാണ്. മണം പോലും അടിക്കത്തില്ല. പിന്നെ ബിരിയാണി, ഇവിടെ എവിടെ ബിരിയാണി ഗൈസ്? നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ അവിടെ കുറേ പിന്നെ ചെറിയ ചെറിയ എന്താ തട്ടുകടകള പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഹോട്ടലുകളുണ്ടാവും. ഇവിടെ ബിരിയാണി, അതും ബിരിയാണി നടന്നത് തന്നെ. എന്നാ ബിരിയാണി മേടിച്ച് കൊടുത്തെന്ന് വിചാരിക്കുക, കഴിക്കുവോ? ഇല്ല. ഡയലോഗ് ഈ ടൈമിൽ ഡയലോഗുകളിന് ഒരു പഞ്ഞമില്ല കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോവുകയാണ് ഗൈസ്. ബിരിയാണി കിട്ടിയില്ല ഗൈസ്. അങ്ങനെ കൊച്ചിൻ്റെ അടുത്ത ആഗ്രഹം ചക്കപ്പഴം കഴിക്കണം എന്നായിരുന്നു. അതും ഈ UK ചക്കയൊന്നും ഇല്ലാത്ത നാട്ടിൽ. അങ്ങനെ ഒരു കണക്കിന് നമ്മളിതേ ചക്കപ്പഴം സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കിട്ടി. ഞാനൊരു വീഡിയോ എടുക്കുന്നതിന് മുമ്പേ അത് കഴിച്ച് പകുതിയായി. ഇത് കുരു കണ്ടോ സൈഡിൽ വെച്ചാക്കുന്നത്? അതെ, കിട്ടിയ പാടെ അപ്പത്തേക്കും നോക്കി കണ്ടോ. ചക്കപ്പഴം UK സംഭവം ചക്കപ്പഴമൊക്കെ സെറ്റാക്കി കൊടുത്തു. കൊച്ചിൻ്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു. ഓ ഒരു നന്ദി. അതുകൊണ്ട് UK ഉള്ളവർക്ക് എല്ലാവർക്കും ചക്കപ്പഴമൊക്കെ കഴിക്കണമെങ്കിൽ മലയാളികളുടെ കടകളിൽ പോയാൽ കിട്ടും. ഞങ്ങളുടെ ഇവിടെ മലയാളി കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ദൂരം പോകേണ്ട വന്ന് ഒരു മലയാളി കട കിട്ടാൻ. അങ്ങനെ അവിടെ പോയിട്ട് ചക്ക, മാങ്ങ അങ്ങനെ തുടങ്ങി എല്ലാം സംഘടിപ്പിച്ചിട്ട് ഇവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് തിന്ന് കഴിച്ചാൽ മതി. ഒരെണ്ണൊക്കെ കഴിക്കുമ്പോഴത്തേക്കും സാധാരണ നോ പറയുന്നത്, ഇത് നല്ല കുഴപ്പമില്ല, പോളിംഗ് ഉണ്ട്. ഗൈസ്, ഇന്ന് ഒക്ടോബർ 16-ാം തീയതി കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് സ്കാനിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ അടുത്തുള്ള കനോക്ക് ചേസ് ഹോസ്പിറ്റലിലാട്ടോ നമുക്ക് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയാക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തിട്ട് വരാം അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്കാനിങ് ആണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 1/2 ലിറ്റർ വെള്ളമൊക്കെ കുടിച്ച് ബ്ലാഡറൊക്കെ ഫുള്ളാക്കിയിട്ട് വരാനാണ് പറഞ്ഞത്. ഇതേ വലിയ കുപ്പിയിൽ നിറച്ച് വെള്ളമൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടോ ഇവിടെ കാണാൻ നല്ല രസമില്ലേ? അപ്പം ഇലയൊക്കെ പൊഴിയുന്ന ഒരു ടൈമാണ്. അതായത് പച്ച കളറുള്ള ഇലകളൊക്കെ മാറി മഞ്ഞ കളറുള്ള ഇലകളാണ് ഇത് ഇവിടെയൊക്കെ ഫുള്ള്. അപ്പം നമുക്ക് പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഞങ്ങളിപ്പോഴും പഞ്ച്വാലിറ്റി ഉള്ള ആളായതുകൊണ്ട് കറക്റ്റ് സമയം ഇപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം ഗൈസ്. അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ ആ സ്ക്രീനിൽ കൊച്ചിനെ കണ്ടപ്പോഴേക്കും ജിച്ചേന്ന് വിളിച്ചിട്ട് ഇവിടെ എൻ്റെ കയ്യാലൊരു കയറി പിടുത്തം, എന്നിട്ട് ഞെരുക്കുമായിരുന്നു. എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഞങ്ങളുടെ കൊച്ചിനെ ആദ്യമായിട്ട് കണ്ടു ഗൈസ് അല്ലേ? ആ സ്ക്രീനിൽ എത്ര ഇപ്പൊ കറക്റ്റ് 10 വീക്കും 1 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി അപ്പോൾ എന്താ സ്കാനിങ്ങിന് ഇനി സാധാരണ സ്കാൻ ചെയ്യുന്നത് 12 വീക്സിലോ 11 വീക്സോ 12 വീക്സോ ആകുമ്പോഴാണ്. അപ്പം നമുക്ക് ശരിക്കുള്ള ഡ്യൂ ഡേറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു. പീരീഡ്സിന്റെ റെഗുലാരിറ്റി കൊണ്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം എന്തായാലും മിഡ്വൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഫസ്റ്റ് സ്കാനിങ്ങിന് നമുക്ക് എക്സാക്റ്റ് ഡ്യൂ ഡേറ്റ് എന്നാണ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത് 10 വീക്സും 1 ഡേയും ആയിട്ടുള്ളത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു സ്കാനിങ് കൂടെ ഉണ്ട്. അപ്പം ഗൈസ് ഇനി അപ്പം നെക്സ്റ്റ് സ്കാനിങ് ഇനി ഒരു 2 വീക്കിനുള്ളിലുണ്ടാവും അല്ലേ? അപ്പോൾ 2 വീക്കിനുള്ളിലാണ് അടുത്ത സ്കാനിങ്. അപ്പോൾ അത് എവിടെയാണോ അല്ലെ ന്യൂ ക്രോസ് എന്ന് പറയുന്ന വേറൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെയാണോ എന്ന് നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരും. എല്ലാം അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ്.
ആ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരുമ്പോൾ ആ പറയുന്ന സമയത്ത് നമ്മളിവിടെ വരിക, അവർ പേര് വിളിക്കും, കാണുക, എല്ലാം കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ അല്ലേ. ഗൈസ് നോക്ക്, കോട ഇറങ്ങിയ പോലെ ഫുള്ള് ഒരു ശരി വീഡിയോയിൽ കാണുന്നില്ലല്ലോ, അല്ലാണ്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. വീഡിയോയിൽ നോക്കിയപ്പോൾ അത് കാണുന്നില്ല. മഞ്ഞാണോ കോടയാണോ? പക്ഷേ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇല പൊഴിയുന്ന സമയമാണ്. ദേ ആ മരത്തേലൊക്കെ ഫുള്ള് ഇല പൊഴിഞ്ഞ് തീർന്ന്. ദേ ഇവിടുത്തെ കണ്ടോ, ഈ മരമൊക്കെ നല്ല പച്ച കളറുള്ള ഇലകളായിരുന്നു, ഇപ്പം നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. അവിടുന്ന് വണ്ടി വരുന്നുണ്ട്, അത് കുറേ പുറയുന്ന വാ. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് പോയത്. ഇതൊന്നും ആദ്യം എടുക്കാൻ പറ്റിയില്ല, കാരണം താമസിച്ച് പോയാലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ ഇതാ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് സ്കാനിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്നാന്ന്, അടുത്ത സ്കാനിങ്ങോ മറ്റേ മിഡ് വൈഫിനെ ഉണ്ടല്ലേ, മിഡ് വൈഫിനെ കാണാൻ പോകണ്ടേ? അല്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു മിഡ് വൈഫിൻ്റെ നവംബർ അപ്പോൾ അതിന് അടുത്ത മാസം 15-ാം തീയതിയാണ് മിഡ് വൈഫിനെ കാണാൻ പോകേണ്ടത്. അപ്പോൾ ഞങ്ങളിത് ആ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് ഇവിടെയൊക്കെ ഇന്ന് കാടൊക്കെ വെട്ടി വൃത്തിക്കേടാക്കിയിട്ടുണ്ട്, നിറച്ച് പുല്ലാണ്. ഇവിടെ ഇലയെല്ലാം പൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം കാണാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവള് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് മറ്റേ നിറച്ച് വയറൊക്കെ ഫുള്ള് വെള്ളം കുടിച്ച് നിറച്ചിട്ട് ബ്ലാഡറൊക്കെ ഫുള്ളാക്കിയിട്ടായിരുന്നു വരാൻ പറഞ്ഞത്. അങ്ങനെ വെള്ളം കുടിച്ച് സ്കാനിങ് ഒക്കെ കഴിഞ്ഞോടെ നേരെ പോയിട്ട് ഫുള്ള് വൊമിറ്റിംഗ് ആയിരുന്നു, പുകയായിരുന്നു ഗൈസ്. അതിനൊരു കുറവുമില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ കൊതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലും കപ്പയും, അതായത് കപ്പയായിട്ട് കിട്ടുമോ ഇവിടെ UK? കിട്ടും, അതും കിട്ടി. സന്തോഷമായോ? എങ്ങനെയുണ്ട് ടേസ്റ്റ്? ആണോ? ആ നമ്മുടെ നാട്ടിൽ നിന്ന് ഏതൊക്കെയോ കമ്പനി, അതേതാ കമ്പനീൻ്റെ പേര് ഞാൻ മറന്നുപോയി, അവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നതും കൊണ്ട് എന്നെ പോലെയുള്ളവർ രക്ഷപ്പെടുന്നു, ജീവിച്ചു പോകുന്നു. എല്ലും കപ്പയും വേണമെന്ന്. പക്ഷെ ഇതാ ഫ്രോസൺ ആയിട്ടുള്ള എല്ലും കപ്പ കിട്ടി. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ ഈ സാധനം കഴിക്കാത്തതുകൊണ്ട് ഞാൻ ടേസ്റ്റ് പോലും ചെയ്ത് നോക്കുന്നില്ല. കൊള്ളാം അല്ലേ? കൊള്ളുവോ? സന്തോഷമായില്ലേ ഗൈസ്? ഓരോ ദിവസം ഇവളിങ്ങനെ ഓരോ പുതിയ ഐറ്റംസ് പറയുമ്പോഴേ ഇവളെന്നെ മാക്സിമം മുതലാക്കുവാണോ എന്നൊരു സംശയമില്ലായ്മ ഇല്ല. അയ്യടാ, സ്വാഭാവിക മാക്സിമം മുതലാക്കുന്നല്ലേ? അങ്ങനെ സ്വാഭാവികം, എല്ലാവർക്കും ഇതേപോലെയുള്ള ഒരു സ്വാഭാവികം ആവുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം അങ്ങോട്ട് പറയുമ്പോഴേ അങ്ങ് കൊണ്ട് റെഡിയാക്കി തരുന്നത്. പക്ഷെ മുതലാക്കുവാണോ എന്നൊരു സംശയമില്ലായ്മയില്ല. ആയിക്കോട്ടെ ഗൈസ്. അപ്പോൾ ഇന്ന് നവംബർ 1-ാം തീയതി. ഇന്ന് ഞങ്ങൾ രണ്ടാമത്തെ സ്കാനിങ്ങിന് പോവാണ്. കാരണം ഞങ്ങൾ കഴിഞ്ഞ സ്കാനിങ്ങിന് പോയപ്പം 10 വീക്ക് ആയിട്ടുള്ളായിരുന്നുള്ളൂ. അപ്പം അവരന്ന് പറഞ്ഞായിരുന്നു ഒരു 4 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ ഒരു സ്കാനിങ് കൂടി ഉണ്ടാവുമെന്ന്. അപ്പം അതിൻ്റെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയത് ഇവിടെ കനൂക്ക് അടുത്തുള്ള കനൂക്ക് ചേസ് ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ ഇപ്പം വോൾവർഹാംപ്ടണിലുള്ള ന്യൂ ക്രോസ് ഹോസ്പിറ്റലിലാണ് ഞങ്ങളിന്ന് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറുണ്ടല്ലേ? അരമണിക്കൂറുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. പാർക്ക് 5-ൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇത് കണ്ടുപഠിക്കണം. അപ്പോൾ നമ്മൾ വന്ന ഹോസ്പിറ്റലിൻ്റെ ഒരു സെക്ഷൻ കേട്ടോ ഇത്. ഇതേപോലെ ഒരു കുറേ സെക്ഷൻസ് പല സൈഡിലായിട്ടുണ്ട്. ഞങ്ങളിത് ഇവിടെ വന്ന് കാർ പാർക്കിങ്ങിലും ഇല്ലായിരുന്നു. പിന്നെ തപ്പി കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേക്കും കറക്റ്റ് 1:45. നമുക്ക് 2 മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. നമ്മളൊരു 1:45 ആയപ്പോഴത്തേക്കും കറക്റ്റ് എത്തി. ഇപ്പം നോക്കിയാൽ ഇഷ്ടം പോലെ സ്ഥലം. അതങ്ങനെയാണല്ലോ അല്ലേ ഗൈസ്? ദേ ഒരാളവിടെ നിൽപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ബാക്കി എന്താ ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. സ്കാനിങ് കഴിഞ്ഞു, അതെ, കുഴപ്പമൊന്നുമില്ല. റിസൾട്ട് അവർ തന്നു. ഇനി അവരത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കും. പിന്നെ നമുക്ക് എന്താ ബാക്കി നെക്സ്റ്റ് അവർ പറയും. ഇനി അടുത്ത മിഡ് വൈഫിനെ കാണേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ എന്താ കാണേണ്ടത് നവംബർ 15-നാണ്. അത് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ അത് നമ്മുടെ കനോക്കിലായിരിക്കുമോ? കനോക്കിലല്ല, നമ്മുടെ മറ്റേ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ ആപ്ലിക്കേഷനിലാണ് ഇവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും വരിക. അപ്പം നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ വരണം എന്നൊക്കെ
നമ്മൾ സ്കാനിങ് കഴിഞ്ഞിറങ്ങി അവർ നമുക്ക് റിപ്പോർട്ട് തന്നു. പിന്നെ ഇവിടുത്തെ മിഡ് വൈഫിനെ കണ്ടു. പുള്ളിക്കാരി നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇനി 20 വീക്സിൽ അടുത്ത സ്കാനിങ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് അപ്പോയിൻമെൻറ്റ് ആപ്പിൽ വരും. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് നമുക്ക് അതിനകത്ത് കിട്ടും. പിന്നെ പറഞ്ഞത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് അപ്പോയിൻമെൻറ്റ് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി അത് ചെയ്യാനുണ്ട്. സ്കാനിങ് വരുന്നുണ്ട്, അടുത്ത അപ്പോയിൻമെൻറ്റ് വരുന്നുണ്ട്. ഫുള്ള് ബിസിയാണ്. ഫുള്ള് ബിസിയാണ്. എങ്ങനെ വോമിറ്റിംഗ് എങ്ങനെയുണ്ട് ഇപ്പോൾ? കഴിഞ്ഞോ? നിർത്തിയോ? ഗൈസ് ഒന്നും പറയണ്ട, വോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പോൾ. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാ ഗൈസ്. നോക്കിയാൽ ഇലയൊക്കെ നല്ല മഞ്ഞ കളറിൽ നിൽക്കുന്ന നമ്മുടെ കനോക്ക് ഹോസ്പിറ്റലിൽ അന്ന് കാണിച്ചില്ലായിരുന്നോ, അതിനേക്കാളും മഞ്ഞയായിട്ട് ഇവിടെയൊക്കെ ഇല പൊഴിഞ്ഞ് തീരാറായിട്ടുണ്ട്. ഇത് ഓരോ സെക്ഷനാണ് കേട്ടോ. ഇത് ഇവിടെ ഒരു പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തെന്ന് ഉള്ളിൽ കയറുമ്പോഴത്തേക്ക് നമുക്ക് പരിചയമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പണിയാ ഗൈസ്. ഞാനിന്ന് ശരിക്കും അനുഭവിച്ചു ഗൈസ്. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഇതിലൊക്കെ തന്നെ ആയിരിക്കല്ലോ പോകുന്നത്. ഇതിലെയാണോ മാപ്പ് കാണിക്കുന്നുണ്ട്, ആ വഴിക്ക് പോവാണ്. ഹോസ്പിറ്റലിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ എവിടെയാന്ന് ദൈവത്തിനറിയാം. നമ്മുടെയൊക്കെ ഹോസ്പിറ്റലിൻ്റെ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ മറ്റേ എന്താ എൻട്രൻസ് അല്ല കാണുക, ഒരു എൻട്രൻസ് അല്ലേ ഉള്ളൂ. ഇതിപ്പോൾ എങ്ങോട്ട് നോക്കിയാലും മറ്റേ ഹോസ്പിറ്റലിൻ്റെ ബോർഡും ഇതുമാണ്. അതുകൊണ്ട് ഇതിപ്പോൾ എവിടെ എൻട്രൻസ് വെച്ചിട്ട് എവിടെയാണെന്നൊന്നും ഒരു പരിചയമില്ല. ഇപ്പൊ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പുറത്തും ഇപ്പുറത്തും കൃഷികളാണ്. എന്ത് കൃഷിയാന്ന് അറിഞ്ഞുകൂടാ. എന്തോ കണ്ടോ കറുത്ത കളറിൽ എന്തോ നിലം ഒരുക്കിയിട്ടാക്കുവാന്ന് തോന്നുന്നു. കാണിച്ചു കൊടുക്കും. എന്തോ നടാനുള്ള പരിപാടിയാണ്. ട്രാക്ടർ ഒന്നോ വലിയൊരു ട്രാക്ടർ ഉണ്ടോ, അവിടുന്ന് വണ്ടി വന്നാൽ കാണുപോലുമില്ല. ട്രാക്ടറിന്റെ വലിപ്പം അതാന്നൊന്ന് കണ്ടമുട്ടിയത്. നല്ല രസമല്ലേ കാണാന്. ഇനി അടുത്ത ഇതിന് നമ്മൾ വരുമ്പോ നോക്കിക്കോ, ഇവിടെ ഫുള്ള് വെറും കാലി മരങ്ങളായിരിക്കും അല്ലെ. ഒറ്റ ഇല ഉണ്ടായില്ല. നമ്മൾ ഈ വഴിക്കാണോ പോയെന്ന് വരെ തോന്നും. അപ്പുറത്തൊക്കെ എന്തോ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നു അവിടെ മസാലദോശ വേണമെന്ന്. മസാലദോശ കിട്ടുന്ന കടയൊന്നും പിന്നെ അടുത്തില്ലാത്തതുകൊണ്ട് നമ്മൾ സ്വന്തം അങ്ങ് മസാലദോശ ഉണ്ടാക്കി കൊടുത്തു. എങ്ങനെയുണ്ട്? നമ്മുടെ പാത്രത്തിന്റെ വലിപ്പം അനുസരിച്ചുള്ള വലിപ്പമേ മസാലദോശക്കുള്ളൂ. പക്ഷെ കൊള്ളാന്നാ പറഞ്ഞത്. കൊള്ളാന്ന് പറഞ്ഞപ്പോ അല്ലാന്നോ? ആ നല്ലതാന്ന് അങ്ങനെ പറയാവുള്ളൂ. അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും പറയുമ്പോൾ കിട്ടിയില്ലെങ്കിലോ. കൊള്ളാം ഗൈസ്. അപ്പോൾ ഇന്ന് നവംബർ 15-ാം തീയതിയാണ്. ഇന്ന് ഞങ്ങൾ മിഡ് വൈഫിനെ കാണാൻ പോവാണ്. അത് കനോക്കിൽ തന്നെയാണ് പോണേ. കനോക്ക് ഹോസ്പിറ്റലല്ല, എന്താ മെഡിസിൻ കനോക്ക് ക്ലിനിക്കിലാട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പോണേ. ഓരോ ടൈമും ഓരോ സ്ഥലത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കനോക്ക് ക്ലിനിക്കിലാണ് പോണേ മിഡ് വൈഫിനെ കാണാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം എന്താ സംഭവം എന്നൊക്കെ. നമ്മളിത് ഇന്ന് ഇവിടെയാണ് വന്നാക്കുന്നത്, ചേസ് മെഡിക്കൽ പ്രാക്ടീസ്. ഉള്ളിൽ കയറിയാൽ അറിയാം എന്താ സ്ഥിതി എന്നൊക്കെ. പുറത്തുനിന്ന് കണ്ട പോലെ അല്ല ഗൈസ്, ഉള്ളിലേക്ക് ഇഷ്ടം പോലെ നീണ്ടു കിടപ്പുണ്ട്. ഞങ്ങളോട് വന്നു, റിസപ്ഷനിൽ പറഞ്ഞു ഞങ്ങൾ ഇനി വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ ടൈം ആകാൻ വേണ്ടി. 2 മണിക്കാണ് നമ്മുടെ ടൈം. ഗൈസ് കൊച്ചിന് ബിരിയാണി വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നല്ല സൂപ്പർ ബിരിയാണി ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. അത് പറ്റിയാലാന്ന്, നമുക്ക് പുല്ല് വില, കടയിൽ നിന്ന് വാങ്ങിയ ബിരിയാണി വേണമെന്ന്. അങ്ങനെ ഇത് ഒരു വിധത്തിൽ നമ്മൾ കൂട്ടുകാരൻ വഴി ബിരിയാണി സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടുന്ന് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും നാട്ടിലെ ടെസ്റ്റ് ഇല്ലാത്ത. പക്ഷെ എന്താന്ന് നോക്കണം.
ടേസ്റ്റ് ഉണ്ടെന്നേ. ആണോ? സന്തോഷമായോ? എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പറാ. സൂപ്പറാ? ഇത് മൊത്തം കഴിച്ചാ മതിയായിരുന്നു. അതാണ് ഇപ്പൊ ആക്രാന്തം മൂത്തിട്ട് അതെ, കഴിക്കുമല്ലോ അറിയത്തില്ല. കഴിക്ക്. ഇന്ന് നവംബർ 22. ഇന്ന് ഞങ്ങൾ അടുത്ത ഡോക്ടറെ സ്കാനിങ്ങിന് പോവാണ്. അതായത് ഡോക്ടറുടെ അടുത്താണ്. കഴിഞ്ഞ ദിവസമൊക്കെ നേഴ്സുമാരായിരുന്നല്ലോ നോക്കി അല്ലേ? അതെ. അപ്പോൾ ഇപ്രാവശ്യം ഡോക്ടറാണ് സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കനോക്ക്, അതായത് ഇവിടെ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലാണ് പോണേ. ഗൈസ് ഇവിടെ നോക്ക്, ഫുൾ ഐസ് കട്ടയാണ്. നമ്മുടെ ബേക്കിലേക്കൊക്കെ നോക്കിയേ, ഫുൾ ഐസ് കട്ടയാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫുള്ള് മഞ്ഞാന്ന്. നോക്കിയേ, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇത് ഇങ്ങനെയാണ് കാണുന്നത്. കണ്ടോ? ഇലയൊക്കെ പൊഴിഞ്ഞ് ഇപ്പം നല്ല രസമായിരുന്നു. പക്ഷേ മഞ്ഞൊക്കെ വീണ് ഇലയൊക്കെ ഇങ്ങനെ ചീഞ്ഞ് കിടന്നപ്പോൾ ഇച്ചിരി രസം കുറവാണ്. ഈ താഴേക്ക് ഉണ്ടോ ഗൈസ്, എന്നാ രസമാണെന്ന് അറിയോ? ഇന്നലെയൊക്കെ ഫുള്ള് മഞ്ഞായിരുന്നു. ഇപ്പം പിന്നെ ഇത് കുറച്ച് അലുത്ത് പോയതാണ്. നല്ല രസമാണ് ഇവിടുന്ന് ഇങ്ങനെയൊക്കെ കാണാനൊക്കെ. അതിൻ്റെ ഇത് കണ്ടോ, ഇത് ഒരു പുഴ പോലെ ഉണ്ട്. പക്ഷേ ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടന്ന സ്ഥലമായിരുന്നു. അത് പിന്നെ ഈ മഞ്ഞൊക്കെ ആയപ്പോഴത്തേക്കും ഇലയെല്ലാം പോയി, ആ കാടൊക്കെ പോയി. ഇപ്പം ഐസ് വീണ് ഇനിയിപ്പോൾ ഒന്നും ഉണ്ടായി തരാം. വെറും കാലി ഭൂമിയായിട്ട് കിടക്കും. അതിൻ്റെ അപ്പുറം, അതായത് ഇതിൻ്റെ നേരെ അപ്പുറം ഒരു തോട് ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ എൻ്റെ മുമ്പിലത്തെ ഞാൻ ഇട്ട വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം, അതിലിങ്ങനെ ഒരു തോടൊക്കെ ഒഴുകുന്നുണ്ട്. ആ തോട് വരെ വെള്ളമെല്ലാം ഉറച്ച് ഐസ് കട്ട പോലെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ, കനോക്ക് ചേസ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ എന്നും വരുന്ന പോലെയല്ല, ഇവിടെയൊക്കെ ഫുള്ള് മാറി. ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ നോക്കിയിട്ട് വരാം. ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്കാനിങ് ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തുനിന്ന്, അതായത് ഔട്ട് ഓഫ് UK ആയതുകൊണ്ട് ഇത്രയും നാളെടുത്ത മെഡിക്കലിൻ്റെ ഇതും അല്ലേ, റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ജസ്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചതാണ്. അപ്പം അതിനകത്ത് സ്കാനിങ്, നമ്മുടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരി എല്ലാം റിവ്യൂ ചെയ്തു, എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. അപ്പം പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല. പിന്നെ ബ്ലഡ് ഇന്നും, ബ്ലഡ് അല്ല യൂറിൻ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ ബ്ലഡ് പ്രഷറിൻ്റെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുകയോ ചെയ്ത്. അപ്പം മെയിനായിട്ട് പ്രത്യേകിച്ച് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. സ്കാനിങ് ഇല്ലായിരുന്നു. അപ്പോൾ ഇനി സ്കാനിങ് വരുന്നത് ഡിസംബർ 27-നാ. ഡിസംബർ 27-ന്. അപ്പോൾ അന്ന് കാണാം. വായിക്കടെ പുക വരുന്നു നോക്കി. ഗൈസ് പുറത്ത് നല്ല തണുപ്പാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരാൾക്ക് ഐസ്ക്രീം വേണം. ഐസ്ക്രീം എന്തായത് കോണോ? ബില്ലും കൊടുത്ത് ഇറങ്ങിയ പാടെ അതെ, വണ്ടിയിലിരുന്ന് തന്നെ പൊട്ടിച്ച് തിന്നണം. ഇന്ന് വെയിലാണല്ലോ, പക്ഷെ നല്ല തണുപ്പാ. ഗൈസ് ഒരാൾ കൊതിമൂത്ത് എന്തെല്ലോ സാധനം കേരള ടേസ്റ്റ്, ഇവിടുത്തെ ഒരു ഓൺലൈൻ സൈറ്റിൽ നമ്മുടെ കേരളത്തിലെ ഐറ്റംസ്, അത് ഗ്രോസറി ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് കേരള ടേസ്റ്റ്. അതിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ഇതേ ഒരു വലിയൊരു പെട്ടി വന്നു. ഡെലിവറിക്കാരൻ്റെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ബോക്സ് അങ്ങ് വന്നു. വിചാരിച്ചു ദൈവമേ ഇതെന്താന്ന് വിചാരിച്ചു മേടിച്ചു വെച്ചിട്ടുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഇതേ ഡ്രസ്സ് പോലും മാറാണ്ടിരുന്ന് പൊട്ടിക്കുകയാണ്. എന്താണാവോ എന്തോ, എന്ത് വൃത്തിയായിട്ടല്ലേ ഒരു പൊതിഞ്ഞാക്കുന്നേ. കൊള്ളാലോ. സാധനങ്ങൾ ഇളകാതെ ആയിട്ട്. എന്താ ഇത് കൊറേ ഉണ്ടല്ലോ? ഇത് കൊറേ ഉണ്ടെന്നാണോ? അതല്ല, സാധനങ്ങള് കൊറേ വാങ്ങി കൂട്ടിട്ടുണ്ടല്ലോ. കൊറേ ഉണ്ടല്ലോ. ചിക്കൻ മസാല, വേഗം എടുക്ക്, അല്ലെങ്കിൽ ഇതും ഇന്ന് ഈ വീഡിയോയിലും കൊണ്ട് ഒതുക്കണ്ടേ ഒരു മൊത്തം. പുട്ടുപൊടി, ചെമ്പൈ പുട്ടുപൊടി, പപ്പടം, കൊടലപ്പം, മുറുക്ക്, അച്ചപ്പം, മിച്ചറ്, ചിപ്സ്, നമ്മുടെ അച്ചാറ്. ഓ, അച്ചാറൊക്കെ വെൽ പാക്കാണല്ലോ. ഇതുണ്ടോ ഇതിന്റെ കുപ്പി? എനിക്കൊന്ന്
ആന്താ സാധനം? ദൈവമേ, എന്താന്ന് പോലും അറിഞ്ഞുകൂടാ. എല്ലാം വാങ്ങിക്കുട്ടിയൊക്കെ ഉണ്ട്. എന്താ മിച്ചർ പോലത്തെ എന്താ നുറുക്കോ കോന്തി? എന്താ സാമ്പാർ മിക്സ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. അതെങ്ങനെ ഫ്രോസൺ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. ഓക്കെ. ഇത് അരി 10 കിലോ അരി. എവിടെ? ദൈവമേ ഗൈസ്, എൻ്റെ ആകെ ഇത് ഈ ഒരു കാര്യം സാധനം മാത്രമേ എനിക്ക് ഇതിന് ഉപകാരമുള്ളൂ. ബാക്കി ഇത്രയും സാധനങ്ങൾ എന്തല്ലോ എന്തോ. എന്താണ്? സാമ്പാർ മിക്സ്. സാമ്പാർ മിക്സ്. ഓക്കെ. ഇത് ഫ്രോസൺ അവർ സെപ്പറേറ്റ് ആണ് പോകുന്നത്. അതിന് നമ്മൾ കുറച്ച് പൈസ അധികം പോകും. ക്യൂബൊക്കെ വെച്ച് സൂപ്പറായിട്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഗൈസ്. അങ്ങനെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ അതെ ബർഗർ വേണമെന്ന്. ഇന്ന് രാവിലെ അല്ല, ഇന്നലെയും പറഞ്ഞു, ഉണ്ടാക്കിയില്ല. ഇന്ന് പിന്നെ സഹി കേട്ടപ്പോ അതെ ബർഗർ ഉണ്ടാക്കി കൊടുത്തു. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? നല്ല അടിപൊളി 4 ബർഗർ. 4 കൊടുക്കല്ല കേട്ടോ, കൊതി മാറുന്ന എത്രയും കഴിച്ചോട്ടെ. ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം. നല്ല അടിപൊളി ചിക്കൻ ബർഗർ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് 2ാമത്തെ സ്കാനിങ്ങിന് പോവാണ്. ഇവിടെ കനോക്കുള്ള നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്രാവശ്യം പോകുന്നത് അല്ലേ? അപ്പോൾ ഇന്ന് പോയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെന്ന് പോയി വന്നിട്ട് പറയാം. നിങ്ങളിങ്ങോട്ട് നോക്ക് ഗൈസ്, ഫുള്ള് മഞ്ഞ് അല്ല. 2-3 ദിവസമായിട്ട് ഇവിടെ ഫുള്ള് ഇങ്ങനെ മഞ്ഞുമാണ്, അതായത് കോട. 24, 25 അതായത് ക്രിസ്മസ് ദിവസങ്ങളൊക്കെ ഫുള്ള് ഇങ്ങനെയാണല്ലോ. ഇന്ന് 27-ാം തീയതിയാണ് കേട്ടോ. 27 ഡിസംബർ 27. ഗൈസ്, ഞങ്ങളിതാ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര മൂടൽ മഞ്ഞും ഭയങ്കര തണുപ്പും. ഇപ്പം എന്തായാലും നമുക്ക് പോയിട്ട് പുറത്തിറങ്ങിയിട്ട് കാണാം എന്താ പറഞ്ഞതെന്നുള്ളത് പറയാം. കുറച്ചധികം നേഴ്സുമാർ കഷ്ടപ്പെട്ടു. അനങ്ങുന്നില്ല. മറ്റേ എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഹാപ്പി, നിങ്ങൾ ഹാപ്പി. ഇന്ന് പപ്സാണ് വെറൈറ്റി. ഇന്നത്തെ ആഗ്രഹം പപ്സാണ്. പപ്സ് എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ ഇതേ ഒരു വിധത്തിൽ പപ്സ് ഉണ്ടാക്കി എടുത്തു. ഇത് ഞാൻ കടിച്ചതാ കേട്ടോ. ഇത് കടിച്ചപ്പോൾ ഓർത്ത് വീഡിയോ എടുത്തില്ലല്ലോ. എങ്ങനെയുണ്ട്? നല്ലതാണോ? എരിവുണ്ട്? ഇനി പറയരുത്, ഇനി പപ്സ് വേണമെന്ന് പറയരുത്. എന്നാലും ഓവറോൾ അല്ല. അപ്പൊ അത് മതി ഗൈസ്. പപ്സ് കഴിച്ചങ്ങ് എണീറ്റില്ല. അപ്പത്തേക്ക് ഇതേ അവള് കലക്കി വെച്ച മറ്റേ ദോശമാവ് പൊങ്ങിന്നും പറഞ്ഞ് എടുത്തോണ്ട് വന്നേക്ക. എന്നിട്ട് ഇപ്പം മസാല ദോശ ഉണ്ടാക്കി തരുമോന്ന് കൊണ്ടുവെക്കടി അവിടെ. പപ്സ് അങ്ങ് ദഹിക്കട്ടെ. കൊണ്ടുവെക്കാടെ മതി. കൊണ്ടുവെക്ക്. ഇപ്പൊ മസാല ദോശയൊന്നും വേണ്ട കൊച്ചിന്. അങ്ങനെ ഇപ്പൊ മസാല ദോശ വേണ്ട കൊച്ചിന്. ഞാൻ പപ്സ് കൊടുത്ത് കൊച്ചു ഉറങ്ങും. ഇപ്പൊ ഇനിയിപ്പം മസാല ദോശ വേണ്ട. എന്നെ ഐഡിയ നോക്കണം. ഇപ്പൊ എന്ന് പറഞ്ഞ 2ാമത്തെ കൊച്ചിന് മസാല ദോശ വേണോ? കൊച്ചിന് പപ്സ് വേണോ? കൊച്ചിന് സാമ്പാർ വേണോ? മീൻ വേണോ? മതി. കൊണ്ടുവെക്കാടെ. പോവാ. അതുകൊണ്ട് കൊണ്ടുപോയി.